അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് UA ബീരാൻ സാഹിബിന്റെ ഓർമ്മ ദിനമാണ്. എഴുത്തുകാരനും പത്രപ്രവർത്തകനും മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന UA ബീരാൻ സാഹിബ് ഇവിടെ പറഞ്ഞിട്ട് 24 വർഷം പൂർത്തിയാവുകയാണ്. UA ബീരാൻ സാഹിബിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഉജ്ജ്വലനായ രാഷ്ട്രീയ നേതാവ്, അജയ്യനായ ഭരണകർത്താവ്, ദേശണശാലിയായ ഗ്രന്ഥകാരൻ, പ്രതിഭാധരനായ വിവർത്തകൻ, മികച്ച പ്രഭാഷകൻ, കഴിവുറ്റ പത്രപ്രവർത്തകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ സുവർണമുദ്രകൾ പതിപ്പിച്ച വ്യക്തിയായിരുന്നു UA ബീരാൻ സാഹിബ്. ഒരേ സമയം കേരള നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പദവികൾ വഹിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്നു ബീരാൻ സാഹിബ്. കേരളം ദർശിച്ച മികച്ച ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തകനായിരുന്നു. 1925 മാർച്ച് 9 മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ അഹമ്മദ് സാഹിബിന്റെ മകനായാണ് ജനനം. കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് ഉയർന്ന മാർക്കോടെ അദ്ദേഹം വിജയിച്ചു. എന്നാൽ തുടർ പഠനത്തിന് ശ്രമിക്കാതെ ഒരു സുഹൃത്തിന്റെ കൂടെ അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് നാടുവിടുകയായിരുന്നു. പട്ടാളക്കാരനാവാൻ മോഹിച്ച് രാമൻ എന്ന സുഹൃത്തിന്റെ കൂടെ അവിടെ ഒരു റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്തു. നിയമനം ലഭിച്ചതിനെ തുടർന്ന് പഞ്ചാബിലെ ഫിറോസ്പൂരിലേക്ക് പരിശീലനത്തിന് പോയി. അവിടെ 25 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി 18കാരനായ ബീരാൻ സാഹിബായിരുന്നു. അതുകൊണ്ട് തന്നെ കഠിനമായ പരിശീലനങ്ങൾക്ക് നിർബന്ധിതനാകാതെ മേജർ അദ്ദേഹത്തെ മെസ്സിലെ കണക്കെഴുതാനും മറ്റും പരിശീലിപ്പിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ച ബീരാൻ സാഹിബ് സൈനിക നീക്കങ്ങളുടെ ഭാഗമായി ഡൽഹി, ബർമ, കൽക്കത്ത, അഹമ്മദ് നഗർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തു. 1950 അവധിയിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മിലിറ്ററി ജോലി അവസാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് മുംബൈയിലെ ബ്രിട്ടീഷ് സ്ഥാപനമായ ആംസ്ട്രാങ് ആൻഡ് സ്മിത്ത് കമ്പനിയിൽ ക്ലർക്കായി ജോലി കയറി. 6 വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു. ഇക്കാലത്ത് പ്രശസ്ത ഹിന്ദുസ്ഥാനി കവിതകളും ഗാനരചയിതാക്കളായ മജ്ഹൂദ് സുൽത്താൻപുരി, കൈഫി ആസ്മി എന്നിവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. അതിനിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുംബൈ ലേഖകനായി. അക്കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയും രൂപീകരിച്ചു. അതിന്റെ ജനറൽ സെക്രട്ടറിയായി ശ്രദ്ധേയമായ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ചന്ദ്രികയിൽ വിവിധ വിഷയങ്ങളിൽ ബീരാൻ സാഹിബ് ലേഖനങ്ങൾ എഴുതുകയുണ്ടായിരുന്നു. അതുവഴി CH മുഹമ്മദ് കോയ സാഹിബുമായി ശക്തമായ ബന്ധം രൂപപ്പെട്ടു. തുടർന്ന് മുംബൈ മുസ്ലിം ജമാഅത്തിന്റെ ഒരു പരിപാടിയിലേക്ക് CHനെ ബീരാൻ സാഹിബ് ക്ഷണിച്ചു. CHന്റെ കേരളത്തിന് പുറത്ത് ഉള്ള ആദ്യ യാത്രയായിരുന്നു അത്. പിന്നീട് ചന്ദ്രികയുടെ മുംബൈ ലേഖകനായി ബീരാൻ സാഹിബ് നിയമിതനായി. 1956 CHന്റെയും ബാഫക്കി തങ്ങളുടെയും ക്ഷണപ്രകാരം ബീരാൻ സാഹിബ് ചന്ദ്രികയുടെ സഹപത്രാധിപനായി ചുമതലയേറ്റു. പിന്നീട് സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി. ചന്ദ്രിക പത്രത്തിൽ അദ്ദേഹം എഴുതിയ ചടുലമായ പല മുഖപ്രസംഗങ്ങളും പഠനാർഹമായ ലേഖനങ്ങളും മുസ്ലിം ലീഗിന്റെ നയങ്ങളും നിലപാടുകളുമായി മാറിയതിന് കാലം സാക്ഷിയായി. ബീരാൻ സാഹിബ് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വേളയിലാണ് 1969 മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത്. അതോടെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായി. ബാഫക്കി തങ്ങൾക്കും പൂക്കോയ തങ്ങൾക്കും CHനും ഒപ്പം പിന്നോക്ക ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ അദ്ദേഹവും മുൻനിരയിലുണ്ടായിരുന്നു. പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നതിനു ശേഷം 1963 ബാലറ്റിലൂടെ നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രത്തിന്റെ ഭാഗമാവാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ബീരാൻ സാഹിബ്. 20 വർഷത്തോളം അദ്ദേഹം കോട്ടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആധുനിക കോട്ടക്കലിന്റെ ശില്പി എന്ന നിലയിലാണ് അദ്ദേഹം ഖ്യാതി നേടിയത്. വർഷങ്ങളോളം MLA സ്ഥാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും ഒരുമിച്ചാണ് അദ്ദേഹം വഹിച്ചത്. 1978 വിദ്യാഭ്യാസ മന്ത്രിയായും കോട്ടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച അത്യപൂർവ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. 1963 മുതൽ 1980 വരെ ഈ പദവിയിലായിരുന്നു. 1970 മലപ്പുറത്ത് നിന്നും 1977 താനൂരിൽ നിന്നുമാണ് നിയമസഭയിലെത്തിയത്. CH മുഹമ്മദ് കോയ സാഹിബ് രാജിവെച്ചതിനെ തുടർന്ന് 1978 9 മാസം ബീരാൻ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി. 1980 മലപ്പുറത്ത് നിന്ന് 1982 തിരൂരിൽ നിന്ന് ബീരാൻ സാഹിബ് തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിച്ചു. 1982 മുതൽ 87 വരെ കാലം കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി. അക്കാലത്താണ് കേരളത്തിൽ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചത്. അതിനാൽ
മാവേലി ബീരാൻ എന്നായിരുന്നു CH അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. MLA ആയിരിക്കെ 1990 കോട്ടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തി. 1993 പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. 1991 തിരൂരങ്ങാടിയിൽ നിന്ന് ലീഗ് പ്രതിനിധിയായി വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിൽ തികഞ്ഞ അവഗാഹമുണ്ടായിരുന്ന ബീരാൻ സാഹിബ് മികച്ച പ്രഭാഷകൻ എന്നെപ്പോലെ തന്നെ ശ്രദ്ധേയനായ പരിഭാഷകനായിരുന്നു. ഉപരാഷ്ട്രപതി VV ഗിരി കോട്ടക്കലെത്തിയപ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു. കായിദെ മില്ലത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിഭാഷകനായിരുന്നു ബീരാൻ സാഹിബ്. കവിതകളും ചെറുകഥകളും വിവർത്തനങ്ങളും ജീവചരിത്രങ്ങളും സഞ്ചാര സാഹിത്യങ്ങളും അടക്കം കനപ്പെട്ട നിരവധി രചനകൾ നൽകി മലയാള സാഹിത്യത്തെ അദ്ദേഹം സമ്പന്നമാക്കി. ഇന്ത്യ വിഭജനത്തിൽ മുസ്ലിം സമുദായത്തെയും നേതൃത്വത്തെയും അതിഭീകരമായി വേട്ടയാടുകയും പ്രതികൂട്ടിയാക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ വിഷയവുമായി ബീരാൻ സാഹിബ് എഴുതിയ വിഭജനത്തിന്റെ വിവിധ വശങ്ങൾ ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമാണ്. ആന്റൺ ചെക്കവ്, മേപ്പസാങ്, സ്മാർസെറ്റ് മോം തുടങ്ങിയ വിശ്വ സാഹിത്യകാരന്മാരുടെ കഥകൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തി. അറബ് രാജ്യങ്ങളും യൂറോപ്പ്, റഷ്യ, മാലി തുടങ്ങിയ യാത്രാ വിവരണങ്ങൾ, കുപ്പിവളകൾ, ട്യൂറ്റർ തുടങ്ങിയ ചെറുകഥകൾ എന്നിവ ബീരാൻ സാഹിബിന്റെ മികച്ച രചനകളാണ്. മൗലാന മുഹമ്മദ് അലി, ജമാൽ, അബ്ദുൽ നാസർ